MDC സെക്കൻഡ് സെമസ്റ്റർ കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫിലെ സെക്കൻഡ് മൊഡ്യൂളാണ് കെമിസ്ട്രി ആൻഡ് അഗ്രികൾച്ചറൽ. നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡയഡ്രഗ്സിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി അത് കാണണം. അപ്പോൾ നമുക്കിന്ന് ന്യൂ ചാപ്റ്റർ നോക്കാം. എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ്സ്. An element is considered essential for plant growth and development if it is involved in plant metabolic functions and the plant cannot complete its life cycle without it. ഒരു ഘടകം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമാണ് എന്ന് പറയുന്നത് അത് സസ്യത്തിൻ്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ പങ്കാളിയാകുകയും അതില്ലാതെ സസ്യം ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. There are 16 essential elements required for plant growth. CHON, PK, CANG, S, FE, MN, ZN, CU, etc. സസ്യങ്ങളുടെ വളർച്ചയ്ക്കായി 16 പ്രധാന ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതൊക്കെയാണത്. ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ്. സസ്യപോഷകങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ബേസ്ഡ് ഓൺ ദ എമൗണ്ട് റിക്വയർഡ് ബൈ ദ പ്ലാന്റ്. സസ്യത്തിന് ആവശ്യമായ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ രണ്ടാമത്, ബേസ്ഡ് ഓൺ ദ റോൾ ഓഫ് എലമെൻറ്റ് ഇൻ ദ പ്ലാന്റ് സിസ്റ്റം. സസ്യത്തിൽ അവയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ബേസിക് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് എലമെൻറ്റ് റിക്വയർഡ് ബൈ ദ പ്ലാന്റ്. പ്രധാനമായും ക്ലാസിഫിക്കേഷൻ സസ്യത്തിന് ആവശ്യമായ അളവിനെ അടിസ്ഥാനമാക്കിയാണ്. അതിൽ ഒന്ന്, മേജർ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, NPK. വലിയ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് മേജർ ന്യൂട്രിയൻസ്. ഉദാഹരണം NPK. രണ്ടാമത്തതാണ് സെക്കൻഡറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ബട്ട് ലെസ്സർ കമ്പയർഡ് ടു മേജർ ന്യൂട്രിയൻസ്, CAMGS. ഇവയും വലിയ അളവിൽ ആവശ്യമാണ് പക്ഷേ മേജർ ന്യൂട്രിയൻസിനേക്കാൾ കുറവാണ്. ഉദാഹരണമാണ് CA, കാൽസ്യം, MgS. മൂന്നാമത്തെ, മൈക്രോ ന്യൂട്രിയൻസ് എലമെൻറ്റ് റിക്വയർഡ് ഇൻ ട്രേസ് ഓർ മൈക്രോ ക്വാണ്ടിറ്റീസ്. വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമായ ഘടകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് FE, MN, ZN, CU, B, MO, CL, NI ഒക്കെ. അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാക്രോ ന്യൂട്രിയൻസ്. ഒന്നാമത്തെ, നൈട്രജൻ, ബേസിക് കമ്പോണൻറ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ക്ലോറോഫിൽ. നൈട്രജൻ പ്രോട്ടീനും ക്ലോറോഫിലും നിർമ്മിക്കാൻ പ്രധാന ഘടകമാണ്. എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്, സസ്യ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഫീഡ്സ് മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിൽ, മണ്ണിലെ സൂക്ഷ്മജീവികളെ പോഷിപ്പിക്കുന്നു. പിന്നെ ഫോസ്ഫറസ്, പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റൂട്ട് ഗ്രോത്ത്. ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രൊമോട്ട്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യങ് പ്ലാന്റ്സ്, പുതിയ സസ്യങ്ങളുടെ വളർച്ച ഉറപ്പാക്കുന്നു. ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ് ആൻഡ് റിപ്പണിംഗ്, പൂക്കലും ഫലധാരണവും പാകമാകലും നമുക്ക് സഹായിക്കുന്നു. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ആൻഡ് ഓവറോൾ പ്ലാന്റ് ഗ്രോത്ത്, പ്രകാശ സംശ്ലേഷണം, ശ്വസനം എന്നിവയിലും പങ്കുണ്ട്. പൊട്ടാസ്യം മൂവ്സ് ത്രൂ ദ പ്ലാന്റ്, പൊട്ടാസ്യം സസ്യത്തിനുള്ളിൽ ചലിക്കുന്നു. പ്രൊമോട്ട്സ് മൂവ്മെൻറ്റ് ഓഫ് ഷുഗേഴ്സ്, പഞ്ചസാരയുടെ ഗതാഗതം സഹായിക്കുന്നു. ടർഗർ ആൻഡ് സ്റ്റീം റിജിഡിറ്റി, സസ്യത്തിന് ഉറപ്പും ശക്തിയും നൽകുന്നു. ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു കോൾഡ് ഡിസീസസ്, ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്, തണുപ്പ്, രോഗങ്ങൾ, കീടങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. പ്രൊമോട്ട്സ് ഫ്ലവർ ബഡ്സ്, ഫ്രൂട്ടിംഗ്, ഹാർഡനിങ് ഓഫ് വുഡി പ്ലാന്റ്സ്, പൂമുലകളും ഫലങ്ങളും രൂപപ്പെടാൻ സഹായിക്കുന്നു. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് സെക്കൻഡറി ന്യൂട്രിയൻസ്. കാൽസ്യം, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സെൽ വാൾസ് ആൻഡ് ഹോൾഡ്സ് ദ സെൽസ് ടുഗെദർ. കാൽസ്യം കോശഭിത്തിയുടെ ഭാഗമാണ്, കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഫൗണ്ട്സ് ഇൻ ദ അപ്പെക്സ് ആൻഡ് ബഡ്സ്, മുകൾ ഭാഗങ്ങളിലും മൂളകളിലും കാണപ്പെടുന്നു. പ്രൊമോട്ട്സ് റൂട്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് റിപ്പണിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്, വേരുകളുടെ വളർച്ചയും ഫലങ്ങളും വിത്തുകളും പാകമാക്കാനും സഹായിക്കുന്നു. മഗ്നീഷ്യം, ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ക്ലോറോഫിൽ. മഗ്നീഷ്യം ക്ലോറോഫിലിൻ്റെ പ്രധാന ഘടകമാണ്. ഹെൽപ്സ് റിപ്പണിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്, പഴങ്ങൾ പാകമാക്കാനും വിത്തുകൾ മുളയ്ക്കാനും സഹായിക്കുന്നു. റെയിൻഫോഴ്സസ് സെൽ വാൾസ്, കോശഭിത്തി ശക്തമാക്കുന്നു. പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫറസ്, നൈട്രജൻ ആൻഡ് സൾഫർ, PNS എന്നിവയുടെ ആഗിരണം സഹായിക്കുന്നു. അതായത് ഫോസ്ഫറസ്, നൈട്രജൻ ആൻഡ് സൾഫർ. സൾഫർ, കമ്പോണൻറ്റ് ഓഫ് പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് വിറ്റാമിൻസ്. സൾഫർ പ്രോട്ടീൻ, എൻസൈം, വിറ്റാമിൻ എന്നിവയുടെ ഘടകമാണ്. കോൺട്രിബ്യൂട്ട്സ് ടു ക്ലോറോഫിൽ പ്രൊഡക്ഷൻ, ക്ലോറോഫിൽ നിർമ്മാണത്തിൽ സഹായിക്കുന്നു. ഹെൽപ്സ് അബ്സോർബ് പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്. ബോറോൺ, എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഹെൽത്ത് ആൻഡ് ടിഷ്യൂ ഗ്രോത്ത്. ബോറോൺ സസ്യാരോഗ്യത്തിനും കോശവളർച്ചയ്ക്കും ആവശ്യമാണ്. പ്രൊമോട്ട്സ് ഫ്രൂട്ട് ഫോർമേഷൻ ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ, ഫലരൂപീകരണവും വെള്ളത്തിൻ്റെ ആഗിരണവും സഹായിക്കുന്നു. കോപ്പർ ഹെൽപ്സ് ഇൻ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ, കോപ്പർ ക്ലോറോഫിൽ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ആക്ടിവേറ്റ്സ് എൻസൈമുകളെ സജീവമാക്കുന്നു. ക്ലോറിൻ സ്റ്റിമുലേറ്റ്സ് ഫോട്ടോസിന്തസിസ്, ക്ലോറിൻ പ്രകാശ സംശ്ലേഷണം ഉത്തേജിപ്പിക്കുന്നു. അയൺ, ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് അമിനോ ആസിഡ്സ്, അയൺ എൻസൈമുകളും അമിനോ ആസിഡുകളും നിർമ്മിക്കാൻ സഹായിക്കുന്നു. എസെൻഷ്യൽ ഫോർ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ, ക്ലോറോഫിൽ നിർമ്മിക്കാൻ അത്യാവശ്യമാണ്. മാംഗനീസ് പ്രൊമോട്ട് സീഡ് ജെർമിനേഷൻ, മാംഗനീസ് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു.
സ്പീഡ്സ് പ്ലാന്റ് മെച്യൂരിറ്റി, സസ്യ വളർച്ച വേഗത്തിലാക്കുന്നു. ഹെൽപ്സ് ഇൻ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രോട്ടീൻ ഫോർമേഷൻ, ക്ലോറോഫിൽ നിർമ്മാണത്തിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും സഹായിക്കുന്നു. മോളിബ്ഡനം എസെൻഷ്യൽ ഫോർ നൈട്രജൻ ബേസ്ഡ് പ്രോട്ടീൻസ്, മോളിബ്ഡനം നൈട്രജൻ അടങ്ങിയ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമാണ്. സിങ്ക് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് ഗ്രോത്ത് ഹോർമോൺസ്, സിങ്ക് പ്രോട്ടീൻ, എൻസൈം, ഗ്രോത്ത് ഹോർമോൺ എന്നിവയുടെ നിർമ്മാണത്തിൽ പ്രധാനമാണ്. NPK value of the soil. The NPK value of the soil indicates the amount of nitrogen, phosphorus and potassium in the soil. മണ്ണിലെ NPK മൂല്യം എന്നത് മണ്ണിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ അളവ് സൂചിപ്പിക്കുന്നു. As in fertilizers, the NPK values of the soils are expressed as rates N:P2O5 K2O. വളങ്ങളിൽ പോലെ തന്നെ മണ്ണിലെ NPK മൂല്യം എന്ന അനുപാതത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത് ഐഡിയൽ NPK റേഷ്യോ ഫോർ സോയിൽ ഈസ് 4:2:1. മണ്ണിന് അനുയോജ്യമായ ഏറ്റവും നല്ല NPK അനുപാതം 4:2:1 ആണ്. Soil is formed as a result of weathering of barren rocks and is heterogeneous mixture of minerals, organic matter, gases and water. മാതൃശിലകളുടെ വെതറിംഗ് മൂലം മണ്ണ് രൂപപ്പെടുന്നു. ഇത് ഖനിജങ്ങൾ, ജൈവവസ്തു, വാതകങ്ങൾ, വെള്ളം എന്നിവ ചേർന്ന മിശ്രിതമാണ്. സോയിൽ സപ്പോർട്ട്സ് പ്ലാന്റ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് സപ്ലൈസ് ഓൾ ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. മണ്ണ് സസ്യജീവിതത്തെ പിന്തുണയ്ക്കുകയും സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകുകയും ചെയ്തു. സോയിൽ ഈസ് മെയ്ഡ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഹൊറിസോണ്ടൽ ലെയേഴ്സ് കോൾഡ് ഹൊറിസോൺ. മണ്ണ് ഹൊറിസോൺസ് എന്നറിയപ്പെടുന്ന തട്ടുകളായി വിഭജിച്ചിരിക്കുന്നു. ദി റേഞ്ച് ഫ്രം റിച്ച് ഓർഗാനിക് അപ്പർ ലെയർ ടു അണ്ടർലൈയിങ് റോക്കി ലെയേഴ്സ്. മുകളിലെ ജൈവവസ്തു സമൃദ്ധമായ പാളിയിൽ നിന്ന് താഴെയുള്ള പാറകളിലേക്കാണ് ഈ പാളികൾ വ്യാപിക്കുന്നത്. സോയിൽ കമ്പോസിഷൻ ഈസ് ആസ് ഫോളോസ്. 1 മിനറൽസ് 45%, 2 ഓർഗാനിക് മാറ്റർ 5%, ഹോൾസ് ആൻഡ് സ്റ്റോർസ് ന്യൂട്രിയൻസ്, 3 വാട്ടർ 25%, സോയിൽ വാട്ടർ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ്, 4 എയർ 25%, സോയിൽ എയർ ഹെൽപ്സ് മൈക്രോ ഓർഗാനിസംസ്. നോട്ട്: സോയിൽ കമ്പോസിഷൻ 100%. മണ്ണിൻ്റെ മൊത്തം ഘടന 100%. ഐഡിയൽ സോയിൽ NPK എന്ന് പറയുന്നത് 4:2:1 ആണ്. The formation of soil from rocks is 2/2 process. പാറകളിൽ നിന്ന് മണ്ണ് രൂപപ്പെടുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. 1. വെതറിംഗ് ഓഫ് റോക്ക് ഇൻറ്റു റെഗോലിത്ത്. പാറകൾ പൊളിഞ്ഞ് റെഗോലിത്ത് ആകുന്നു. 2. ഫോർമേഷൻ ഓഫ് സോയിൽ ഫ്രം റെഗോലിത്ത്. റെഗോലിത്തിൽ നിന്ന് മണ്ണ് രൂപപ്പെടുന്നത്. ദിസ് പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ്. ഈ പ്രക്രിയ ചില ഘടകങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു. ദ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് ആർ ക്ലൈമറ്റ്, ബയോസ്ഫിയർ, റിലീഫ്, പാരന്റ് മെറ്റീരിയൽ ആൻഡ് ടൈം. മണ്ണ് രൂപപ്പെടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ: കാലാവസ്ഥ, ജീവജാലങ്ങൾ, ഭൂപ്രകൃതി, മാതൃവസ്തു, സമയം. കെമിക്കൽ കമ്പോസിഷൻ ഓഫ് സോയിൽ. ഓൾമോസ്റ്റ് ഓൾ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ഇനേർട്ട് ഗ്യാസസ് ആർ പ്രസൻറ്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. നിർജീവ വാതകങ്ങൾ ഒഴികെ എല്ലാ മൂലകങ്ങളും ഭൂമിയുടെ പുറംപാളിയിൽ കാണപ്പെടുന്നു. ഈച്ച് എലമെൻറ്റ് കമ്പൈൻസ് ടു ഫോം മിനറൽസ്. ഓരോ മൂലകങ്ങളും ചേർന്ന് ഖനിജങ്ങൾ രൂപപ്പെടുന്നു. മിനറൽസ് കമ്പൈൻ ടു ഫോം റോക്സ്. ഖനിജങ്ങൾ ചേർന്ന് പാറകൾ രൂപപ്പെടുന്നു. Based on the bonding characters, the elements are geochemically classified into 5 main groups. ബന്ധത്തിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ 5 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ലിതോഫൈൽ എലമെൻറ്റ്സ്, കാൽക്കോഫൈൽ എലമെൻറ്റ്സ്, സിഡറോഫൈൽ എലമെൻറ്റ്സ്, അറ്റ്മോസ്ഫൈൽ എലമെൻറ്റ്സ്, ബയോഫൈൽ എലമെൻറ്റ്സ്. ലിതോഫൈൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായി എളുപ്പത്തിൽ സംയോജിക്കുന്ന ഘടകങ്ങളാണ്. കാൽക്കോഫൈൽ എന്ന് പറഞ്ഞാൽ സൾഫറുമായി ബന്ധപ്പെടുന്ന ഘടകങ്ങളാണ്. സിഡറോഫൈൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോഹബന്ധം രൂപപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അറ്റ്മോസ്ഫിയർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണ്. ബയോഫൈൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവികളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. 8 elements constitute 98.6% ഓഫ് സോയിൽ. 8 ഘടകങ്ങൾ ചേർന്ന് മണ്ണിൻ്റെ 98.6% ഉണ്ടാക്കുന്നു. ദിസ് ആർ ഓക്സിജൻ, സിലിക്കോൺ, അലുമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം ആൻഡ് മാഗ്നീഷ്യം. ഓൾ അതർ എലമെൻറ്റ്സ് ഫോം ഓൺലി 1.41%. ബാക്കിയുള്ളവ 1.41% മാത്രമാണ്. അടുത്ത ടോപ്പിക്കാണ് സോയിൽ എൻറിച്ച്മെൻറ്റ്, അഡീഷൻ ഓഫ് ലൈം. ലൈം ഈസ് ആഡഡ് ടു ഓവർകം സോയിൽ അസിഡിഫിക്കേഷൻ. മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാൻ ലൈം ചേർക്കുന്നു. കോസസ് ഓഫ് അസിഡിഫിക്കേഷൻ: ആസിഡ് റെയിൻ, ഫെർട്ടിലൈസേഴ്സ്, സ്വീവേജ്, വെഹിക്കിൾ ഗ്യാസസ്. അസിഡിഫിക്കേഷൻ്റെ കാരണങ്ങൾ: ആസിഡ് മഴ, വളങ്ങൾ, മലിനജലം, വാഹനവാതകങ്ങൾ. The recommended pH is around 6.5. When pH is very low, there is a possibility of aluminum toxicity and the availability of nutrients will be very low. pH കുറവായി കഴിഞ്ഞാൽ അലുമിനിയം വിഷതയും പോഷകക്കുറവും ഉണ്ടാകും. സോ ലൈമിങ് ഈസ് ഡൺ. അതിനാൽ ലൈം ചേർക്കുന്നു. മെറ്റീരിയൽസ് യൂസ്ഡ്: ലൈംസ്റ്റോൺ, മാഗ്നീഷ്യം, ലൈംസ്റ്റോൺ ചോക്ക്. ഇത്രയാണ്.
രണ്ടാമത്തെയാണ് അഡീഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഇഫ് ദ സോയിൽ ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ ന്യൂട്രിയൻസ് ദാറ്റ് ക്യാൻ ബി ഓവർകം ബൈ ദ അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ ഫെർട്ടിലൈസേഴ്സ്. മണ്ണിൽ പോഷകങ്ങളുടെ കുറവുണ്ടെങ്കിൽ അനുയോജ്യമായ വളങ്ങൾ ചേർത്ത് അത് പരിഹരിക്കാം. മൂന്നാമത്തെ അഡീഷൻ ഓഫ് കെമിക്കൽസ് ടു ഓവർകം ദ ആൽക്കലൈനിറ്റി ഓഫ് ദ സോയിൽ. ദ സോയിൽ മേ ബി ആൽക്കലൈൻ ആൻഡ് ദ pH വിൽ ബി ഗ്രേറ്റർ ദാൻ 8. ചിലപ്പോൾ മണ്ണ് ക്ഷാര സ്വഭാവമുള്ളതാകാം, ആൽക്കലൈൻ ആയിരിക്കാൻ, അപ്പോൾ pH 8-ൽ കൂടുതലായിരിക്കും. ഇൻ സച്ച് കേസസ് സോയിൽ ഈസ് ട്രീറ്റഡ് ബൈ ആഡിങ് ജിപ്സം, സൾഫർ, അയൺ സൾഫൈഡ് ആൻഡ് ലൈംസ്റ്റോൺ. ഇത്തരം സാഹചര്യങ്ങളിൽ ജിപ്സം, സൾഫർ, അയൺ സൾഫൈഡ്, ലൈംസ്റ്റോൺ എന്നിവ ചേർത്ത് മണ്ണിനെ ശുദ്ധീകരിക്കുന്നു. സോഡിയം ഓഫ് ദ സോയിൽ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു സോഡിയം സൾഫൈഡ് വിച്ച് ഈസ് വാട്ടർ സോലുബിൾ ആൻഡ് ലീച്ചസ് ഔട്ട് ഓഫ് ദ സോയിൽ റെഡ്യൂസിങ് ദ സോയിൽ pH. മണ്ണിലെ സോഡിയം സൾഫൈറ്റായി മാറുന്നു. ഇത് വെള്ളത്തിൽ ലയിക്കുകയും മണ്ണിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. ഇതുവഴി pH കുറയുന്നു. അടുത്ത ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഴ്സ്. Fertilizers are defined as organic or inorganic materials which are applied to the soil to provide essential nutrients for growing plants, usually by absorption through the plant roots. വളങ്ങൾ. ഫെർട്ടിലൈസ് എന്നത് ജൈവമോ അജൈവമോ ആയ വസ്തുക്കളാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ മണ്ണിൽ ചേർക്കുന്നു. They compensate for the nutrient loss of the soil caused by harvesting of crops, by leaching and gaseous exchange, and improve the fertility of the soil. സാധാരണയായി സസ്യങ്ങളുടെ വേരുകൾ വഴി ഇവ ആഗിരണം ചെയ്യപ്പെടുന്നു. വിളവെടുപ്പ്, വെള്ളത്തിലൂടെ പോഷകങ്ങൾ ഒഴുകിപ്പോകൽ, വാതക മാറ്റങ്ങൾ എന്നിവ മൂലം മണ്ണിലുണ്ടാകുന്ന പോഷകക്കുറവ് ഇവ പരിഹരിക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഇതുവഴി മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിക്കുന്നു. ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഈസ് മെഷേർഡ് ആസ് എലമെൻ്റൽ നൈട്രജൻ. നൈട്രജൻ്റെ അളവ് നേരിട്ട് നൈട്രജനായി അളക്കുന്നു. ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ആർ മെഷേർഡ് ആസ് ഓക്സൈഡ്സ്. ഫോസ്ഫറസും പൊട്ടാസ്യം ഓക്സൈഡ് രൂപത്തിൽ അളക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫെർട്ടിലൈസർ 50-50-50 has 50% N, 50% P2O5 and 50% K2O. Natural fertilizers. Natural fertilizers refers to natural organic materials like manure, compost, etc. പ്രകൃതിദത്ത വളങ്ങൾ എന്നത് ജൈവ വസ്തുക്കളായ ചാണകം, കമ്പോസ്റ്റ് മുതലായവയാണ്. എക്സാമ്പിൾസ് ഫാം സ്ലറി, ചിക്കൻ മാനൂർ, ബോൺ മീൽ, കമ്പോസ്റ്റ്. ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ്. ഓൾസോ ഇൻക്ലൂഡ്സ് natural substances like kyle, salpre, rock phosphate, potassium salts എന്നിവയും ഇതിൽ പെടുന്നു. ദിസ് ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. ഇവ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു. പിന്നുള്ളത് സിന്തറ്റിക് ഓർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. പ്രൊഡ്യൂസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ ഫാക്ടറീസ്. ഫാക്ടറികളിൽ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ആഡഡ് ടു സോയിൽ ടു പ്രൊവൈഡ് പ്ലാന്റ് ന്യൂട്രിയൻസ്. സസ്യങ്ങൾക്ക് പോഷകങ്ങൾ നൽകാൻ മണ്ണിൽ ചേർക്കുന്നു. ദെയർ ആർ ജനറലി ഇനോർഗാനിക്. സാധാരണ ഇവ അജൈവ സ്വഭാവമുള്ളവയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആർ ബൾക്കി ആൻഡ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. പ്രകൃതിദത്ത വളങ്ങൾ ഭാരം കൂടിയതും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. മറ്റേത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആൻഡ് ഈസി ടു ഹാൻഡിൽ. രാസവളങ്ങൾ കൂടുതൽ സാന്ദ്രതയുള്ളതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമാണ്. Natural fertilizer contains organic matter which aids soil structure. രാസവളങ്ങൾ, അതായത് പ്രകൃതിദത്ത വളങ്ങളിൽ ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ രാസവസ്തുക്കളിൽ ജൈവവസ്തു ഇല്ല. നാച്ചുറൽ ഫെർട്ടിലൈസർ ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ. ഇവ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നു. സിന്തറ്റിക് ഫെർട്ടിലൈസർ ക്യാൻ ബി മെയ്ഡ് ഫോർ സ്പെസിഫിക് ക്രോപ്സ്. രാസവളങ്ങൾ പ്രത്യേക വിളകൾക്ക് അനുയോജ്യമായി നിർമ്മിക്കാം. നാച്ചുറൽ ഫെർട്ടിലൈസർ റിലീസ് ന്യൂട്രിയൻസ് സ്ലോലി. പ്രകൃതിദത്ത വളങ്ങൾ പതുക്കെ പോഷകങ്ങൾ വിടുന്നു. സിന്തറ്റിക് ഫെർട്ടിലൈസർ റിലീസ് ന്യൂട്രിയൻസ് ക്വിക്ലി. രാസവളങ്ങൾ വേഗത്തിൽ പോഷകങ്ങൾ നൽകുന്നു. നാച്ചുറൽ ഫെർട്ടിലൈസർ കണ്ടെയ്ൻ മൈക്രോ ന്യൂട്രിയൻസ്. ഇവയിൽ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. സിന്തറ്റിക് ഫെർട്ടിലൈസർ സെൽഡം കണ്ടെയ്ൻ മൈക്രോ ന്യൂട്രിയൻസ്. രാസവളങ്ങളിൽ സാധാരണയായി സൂക്ഷ്മ പോഷകങ്ങൾ കുറവാണ്. നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആർ എക്സ്പെൻസീവ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആർ ചീപ്പ്. അത് കുറച്ച് ചീപ്പാണ്. ഫെർട്ടിലൈസേഴ്സ് ആർ എയ്ഡ് ലിക്വിഡ് ഓർ സോളിഡ്. വളങ്ങൾ രണ്ടു തരമാണ്, ദ്രാവക ലിക്വിഡ് അല്ലെങ്കിൽ ഘന സോളിഡ്. എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അക്വ അമോണിയ ആൻഡ് ലിക്വിഡ് NPK ഫെർട്ടിലൈസർ. എക്സാമ്പിൾസ് ഓഫ് സോളിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഘനവളങ്ങളുടെ ഉദാഹരണങ്ങൾ. നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂറിയ, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, കാൽസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്. ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സ് സൂപ്പർ ഫോസ്ഫേറ്റ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, പോളിഫോസ്ഫേറ്റ്സ്. പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മിക്സഡ് ഫെർട്ടിലൈസേഴ്സ്. Straight fertilizers are those which have only one of the primary nutrients. Straight fertilizers എന്നത് ഒരു പ്രധാന പോഷക ഘടകം മാത്രമുള്ള വളങ്ങളാണ്. യൂറിയ നൈട്രജൻ മാത്രം നൽകുന്നു. സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് P2O5.
ഫോസ്ഫറസ് നൽകുന്നു. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് K2O പൊട്ടാഷ്യം നൽകുന്നു. മിക്സഡ് ഫെർട്ടിലൈസർ ഹാവ് 2 or all 3 പ്രൈമറി ന്യൂട്രിയൻസ് 2 അല്ലെങ്കിൽ 3 പ്രധാന പോഷകങ്ങൾ അടങ്ങിയിരിക്കും. മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്ൻ സെവറൽ ന്യൂട്രിയൻ എലമെൻറ്റ്സ് മെയ്ഡ് ബൈ മിക്സിംഗ് ഫെർട്ടിലൈസർ വിവിധ വളങ്ങൾ ചേർത്തതാണ് മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് തയ്യാറാക്കുന്നത്. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് N and P2O5 ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നൈട്രജനും ഫോസ്ഫറസും നൽകുന്നു. NPK N2O5 and K2O NPK നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം 3 ഘടകങ്ങളും നൽകുന്നു. അടുത്ത ടോപ്പിക്കാണ് NPK ഫെർട്ടിലൈസേഴ്സ്. NPK ഫെർട്ടിലൈസേഴ്സ് ആർ കംപ്ലീറ്റ് ഫെർട്ടിലൈസേഴ്സ് സപ്ലൈയിങ് ഓൾ 3 ന്യൂട്രിയൻസ്. NPK വളങ്ങൾ കംപ്ലീറ്റ് ഫെർട്ടിലൈസേഴ്സ് ആണ്, കാരണം 3 പ്രധാന പോഷകങ്ങളും നൽകുന്നു. ദേ സപ്ലൈ നൈട്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് പൊട്ടാസ്യം. ഇവ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ നൽകുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മിക്സ്ചർ ഓഫ് അമോണിയം സൾഫേറ്റ് ഫോസ്ഫേറ്റ് ആൻഡ് പൊട്ടാഷ്യം KCA. NPK fertilizer can be prepared using ammonia, phosphoric acid, sulfuric acid and potash. Ammonia, phosphoric acid, sulfuric acid, potash എന്നിവ ഉപയോഗിച്ച് NPK വളം തയ്യാറാക്കുന്നു. In the first neutralization tank, the sulfuric acid, phosphoric acid and liquid ammonia are allowed to neutralize. ആദ്യം ടാങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫറിക് ആസിഡ്, അമോണിയ എന്നിവ പ്രതികരിക്കുന്നു. Almost 80% neutralization occur and the liquid slurry, the exothermic neutralization reaction is taken into the second tank where it is further ammoniated. ഏകദേശം 80% ന്യൂട്രലൈസേഷൻ നടക്കുകയും സ്ലറി രൂപപ്പെടുകയും ചെയ്യുന്നു. This slurry is taken into the third tank where complete neutralization of acid happens, furnishing diammonium salt. ഈ സ്ലറി രണ്ടാം ടാങ്കിലേക്ക് മാറ്റി കൂടുതൽ അമോണിയ ചേർക്കുന്നു. Then it is taken to the third tank for complete neutralization, forming diammonium salt. മൂന്നാം ടാങ്കിൽ പൂർണ്ണ ന്യൂട്രലൈസേഷൻ നടത്തി ഡയമോണിയം സാൾട്ട് ഉണ്ടാക്കുന്നു. The slurry is mixed with potash to get NPK fertilizer. പിന്നീട് പൊട്ടാഷ് ചേർത്ത് NPK വളം ഉണ്ടാക്കുന്നു. It is then dried in hot air at about 140 to 150 degrees Celsius, screened and packed. അപ്പം ഇന്ന് ഇത്ര പോർഷൻസാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഓൾറെഡി മൊഡ്യൂൾ 4 ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡയട്രിക്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.